angels. എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഇത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഐ ഷാഡോ ഒന്നും ഇടാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഉള്ള ഒരു സിമ്പിൾ ഐ ഷാഡോ ലുക്കാണ്. ആർക്ക് വേണമെങ്കിലും ഐ ഷാഡോ ഇടാൻ പറ്റും ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിയുമ്പോൾ. അത്രയ്ക്കും ഈസിയാണ് ഈ ഒരു ലുക്ക്. ആൻഡ് ഇതൊരു പെർഫെക്റ്റ് വെഡിങ് ഗസ്റ്റോ എൻഗേജ്മെന്റിന് പോകുമ്പോൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഏത് ഫംഗ്ഷനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലുക്കാണ്. ഐ തിങ്ക് ഇത് സാരിയുടെ കൂടെ ഭയങ്കര ഭംഗിയായിരിക്കും. ബിക്കോസ് ഈ റെഡ് ബിന്ദി ഭയങ്കര ഒരു ലുക്ക് കൊടുക്കും. ആൻഡ് എന്താ വീഡിയോയിലേക്ക് കടക്കണേ മുന്നേ എനിക്കൊരു സെയിൽ അനൗൺസ്മെന്റ് പറയാനുണ്ട്. അതായത് നമ്മളുടെ purple.com-ന്റെ അകത്ത് എപ്പോഴും സെയിലുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സെയിൽ വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്. അതുമാതിരി തന്നെ ഈ പ്രാവശ്യം സംക്രാന്തി സെയിലാണ് നടക്കുന്നത്. ലൈക്ക് ഇന്ന് മുതൽ 4 ദിവസത്തേക്ക് സംക്രാന്തി സെയിൽ ഉണ്ട്. അതായത് അപ് ടു 50% ഓഫ് ഉണ്ട്. അതായത് ചില ബ്രാൻഡ്സിന് ചിലപ്പോൾ 10% ആയിരിക്കും, ചില ബ്രാൻഡ്സിന് 50% ഉണ്ടാവും. അതാണ് അപ് ടു 50% എന്ന് പറയുന്നത്. ഫ്ലാറ്റ് 50% അല്ല കേട്ടോ. അപ്പോൾ അപ് ടു 50% ഓഫ് ഉണ്ട്. അതിന്റെ കൂടെ എന്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 15% ഓഫും കൂടി കിട്ടും. 15. ഓക്കെ, അപ്പോൾ അപ് ടു 50% ഓഫ് ഓൺ ഓൾമോസ്റ്റ് എവറി ബ്രാൻഡ്സ് ഉണ്ട്. അതിന്റെ കൂടെ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ഒരു 15% ഓഫും കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്യാനും സ്റ്റോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ബെസ്റ്റ് ടൈമാണ്, സെയിലിന്റെ ടൈം. നന്നായിട്ട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുക. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്കും ഈ വീഡിയോന്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. കൂപ്പൺ കോഡ് ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആൻഡ് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ബേസിക് അപ്ഡേറ്റ്സ് ആണെങ്കിൽ എൻ്റെ വൈറ്റ് കുർത്തയാണ് ഇട്ടേക്കുന്നത്. പിങ്ക് ചിത്ര വൈറ്റ് കുർത്തയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിംഗ്സ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഫോർ ജസ്റ്റ് ₹100. നല്ല രസമാണ് കാണാൻ വേണ്ടി, എൻ്റെ കിളികളൊക്കെ ആയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വാച്ചും നെയിൽ പോളിഷും ഒന്നും ഇട്ടിട്ടില്ല. അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ലിപ്സ്റ്റിക് ഡെഫിനറ്റ്ലി വീഡിയോയിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അവിടെ സായിക്കുട്ടിനുണ്ട് ഇന്ന് എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ലോട്ടസിൻ്റെ ആൽഫ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസറാണ് ഫോർ ഓയിലി സ്കിൻ. ആൻഡ് അതിനുശേഷം ഞാൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഇത് ബയോട്ടിക്കിൻ്റെ ബയോ ഫ്രൂട്ട് ലിപ് ബാം ആണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സിന് പറ്റിയ ഏറ്റവും നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ലിപ് ബാം. ആൻഡ് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ ബയോ സാൻഡൽവുഡ് സൺസ്ക്രീൻ ആണ്. പ്രൈമർ ഇല്ലാത്തവർക്ക് സൺസ്ക്രീൻ നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സൺസ്ക്രീൻ ആണ്. ആൻഡ് ഞാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ CC ക്രീമാണ്. എൻ്റെ ഷെയ്ഡ് ബ്രോൺസ് ആണ്. ആൻഡ് ഇത് വളരെ നല്ല, ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒരു വ്ളോഗിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് ഞാൻ ലിങ്ക് ചെയ്യാൻ മുകളിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഫുൾ റിവ്യൂ കിട്ടും. ഇത് എൻ്റെ സ്കിന്നിന് എക്സാക്ട് മാച്ച് ആണ്. പക്ഷേ എന്താണെന്നറിയില്ല, ലൈറ്റിംഗ് ഒരു പ്രശ്നം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എനിക്ക് കാണിക്കുന്നത് ഈ വീഡിയോൻ്റെ അകത്ത്. പക്ഷേ എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ അങ്ങനെ ഒത്തിരി ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരുങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് CC ക്രീമോ BB ക്രീമോ യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്യോർലി ഓപ്ഷനിലാണ് ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. നല്ല അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ ഏറ്റവും കറണ്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലർ ആൻഡ് കറക്റ്ററാണ്. അടിപൊളിയാണ്. നല്ല നമ്മുടെ കണ്ണ് നന്നായിട്ട് ആ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറി നന്നായിട്ട് നല്ലൊരു ലുക്ക് വരും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു കൺസീലറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. ആൻഡ് റേറ്റും നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ അത് എൻ്റെ ഈ കൺസീലർ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഈ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഒരു കുറച്ച് പുതിയതായിട്ട് 2-3 കുരുക്കൾ വന്നിട്ടുണ്ട്. അതിന് ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ് കൺസീലർ വെച്ചിട്ട്. ഒന്ന് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ലാക്മിയുടെ ആബ്സലൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ആബ്സലൂട്ട് റേഞ്ചിലുള്ള ഒരു കോമ്പാക്റ്റ് ആണ്. വളരെ നല്ലതാണ്. പക്ഷേ ഒരു മെയ്ബിലിൻ ഫിറ്റ്മീൻ്റെ റേഞ്ച് ഒന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നല്ലതാണ്, ആവറേജ് ആണ്. ഓക്കെ, അതെൻ്റെ ഫേസിലും എൻ്റെ നെക്കിലും ഞാൻ നന്നായിട്ട് ഡസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് ഒന്ന് കോണ്ടൂർ ആൻഡ് ബ്ലഷ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എൻ്റെ കറണ്ട് ഫേവറേറ്റ് നിക്കാക്കേൻ്റെ കോംപ്ലക്ഷൻ ട്രയോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ ചീക്ക് ബോൺസും എൻ്റെ ജോ ലൈൻസും പിന്നെ എൻ്റെ നോസൊക്കെ ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രഷ് വേണം കേട്ടോ. അപ്പോൾ അത് ഇല്ലെങ്കിൽ ഈ കോണ്ടോറിങ് ഒന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയണത്. ആൻഡ് അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മളുടെ ഫേസ് ഒന്ന് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടി നല്ലതാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് മൂക്കും ജോ ലൈൻസും ഒന്ന് കോൺടർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. കോൺടർ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ബേസിക്സ് വിത്ത് ആഷ് എന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.
ആൻഡ് അതിനുശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോകണം. ആ സെയിം പാലറ്റിൽ നിന്ന് തന്നെയുള്ള ആ ബ്ലഷ്, ഒരു കോറലി കളർ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ലൈറ്റ് ആയിട്ട് ഇടണുള്ളൂ. ഒരു സിമ്പിൾ, നമ്മളൊരു വെഡിങ് ഗസ്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യമായിട്ടൊന്നും ചെയ്യണില്ല, ജസ്റ്റ് കുറച്ച് ബ്ലഷ് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇത് ഫേസസിൻ്റെ ഐബ്രോ ഡിഫൈനർ ആണ്. ഇത് നല്ല വാക്സി ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. നന്നായിട്ട് അതിന് കൂടെ ഒരു സ്പൂളിയും കൂടി ഉണ്ട്. അപ്പം നമുക്കത് ബ്രഷ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സ്പൂളി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രഷ് ചെയ്യാന്നുള്ളൂ. ഷെയ്ഡ് ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ വികാക്കേൻ്റെ കോംപ്ലക്ഷൻ ട്രൈ എന്നുള്ള പാലറ്റില്ലേ, അതിൻ്റെ അകത്തു നിന്നുള്ള സെയിം ആ കോണ്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ആ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ഈ ക്രീസ് എൻ്റെ കളറായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ 2/4 ആയിട്ട് കൈവച്ച് അപ്ലൈ ചെയ്താലും ഇത് ശരിയാവും. ആൻഡ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഹൈലൈറ്റർ എടുക്കുക. ഏതെങ്കിലും ഹൈലൈറ്റർ എടുത്താൽ മതി. ഞാൻ ഷുഗറിൻ്റെ മിനി ഹൈലൈറ്ററാണ് എടുക്കുന്നത്. നല്ല ഹൈലൈറ്റർ ആണ് കേട്ടോ, നല്ല പോപ്പ് ചെയ്ത് കാണും. അത് ഞാൻ എൻ്റെ ഐലിഡ് മുഴുവനും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളും 1/3 ഒന്നുമല്ല, നമ്മുടെ ഐലിഡ് ഫുള്ളും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ക്രീസിൻ്റെ മുകളിൽ പോകാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇത് വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഐ ഷാഡോ ലുക്കാണ്. അതിനുശേഷം മെയ്ബലിൻ്റെ സൂപ്പർ ബ്ലാക്ക് കാജലാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. അത് വെച്ചിട്ട് ഞാൻ വാട്ടർ ലൈൻ മാത്രം ഒന്ന് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് വിങ്ക് ലൈനർ എഴുതാം. ഞാൻ വിങ്ക് ലൈനർ പൊതുവെ എഴുതാറില്ല. ആൻഡ് എന്നറിയില്ല, എൻ്റെ കണ്ണ് റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് കണ്ണ് ഭയങ്കരമായിട്ട് നനയാനുണ്ടായിരുന്നു, മീൻസ് നിറയാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു നിങ്ങൾക്ക് ക്യൂട്ടിപ്പ് വെച്ചിട്ടോ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്നും ആ ഒരു വാട്ടർ ലൈൻ സ്മജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്മജ് ചെയ്യുക. ബഡ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു പ്രോസസ്സിന്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു എന്താണ് ഐലാഷ് കളർ വെച്ചിട്ട് ഐലാഷ് നന്നായിട്ട് കേൾ ചെയ്തിട്ട് വളരെ റീസെൻ്റ്ലി ഞാൻ വാങ്ങിച്ചതാണ് മെയ്ബലിൻ്റെ ഫാൾസീസ് പുഷപ്പ് ഡ്രാമ മസ്കാര. ഇത് വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് എന്ന് വെച്ചാൽ എൻ്റെ ദൈവം, ഇത് കണ്ണ് എത്ര തുടച്ചാലും പോവില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നന്നായിട്ട് വൊല്യൂമിനസ് ആകും നമ്മുടെ ഐലാഷസ്, പക്ഷേ വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ്. നമുക്ക് ദേഷ്യം വരും. എൻ്റെ ഒരു ഓണസ്റ്റ് ആണ്. പക്ഷേ ഇത്രയും കണ്ടോ, നല്ല ഫാൾസീസ് വെച്ച മാതിരി തന്നെയാണ്, പക്ഷേ റിമൂവ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലാക്മേ ആബ്സലൂട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് എൻ്റെ ഒരു കറണ്ട് ലേറ്റസ്റ്റ് പർച്ചേസ് ആണ്. നല്ല ലാക്മേ നല്ല അടിപൊളിയായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. നല്ല അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണത്. ആൻഡ് ഒരു പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഞാൻ ആക്സസറൈസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ലുക്കിന് എനിക്ക് തോന്നി കുറച്ചും കൂടി സിൽവർ ജ്വല്ലറി ആയിരിക്കും നന്നാവണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തപ്പോൾ തന്നെ സായിക്കോട്ടിന് എൻ്റെ അടുത്ത് വന്നിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തായാലും സ്പോണ്ടേനിയസ് ആയിരുന്നു. ലൈക്ക് ഞാൻ ഇത് ലുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാം, നിനക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് നീ പറയണം എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പൊ നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഡു യു ലൈക്ക് മൈ ലുക്ക്? എത്ര ഇഷ്ടമായി? 10 out of 10. 10 out of 10. Thank you. Welcome. Oh. കണ്ടോ? അപ്പോൾ സായിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുൾ മാർക്സ് ആണ് തന്നേക്കുന്നത്. ഈ ഒരു ലുക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി. പിള്ള മനസ്സിൽ കള്ളില്ല എന്ന് പറയില്ലേ അല്ലേ? അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാ. അപ്പോൾ ഈ വീഡിയോ എന്താ ഇഷ്ടമായ എന്താ ചെയ്യണ്ടേ? Like, share and subscribe. Like, share and subscribe and see you on my next video. Bye bye.